വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം എങ്ങനത്തെ ഒരു വിശ്വാസമാണ് ദൈവത്തിൻ്റെ മക്കളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമുക്കിന്ന് നോക്കാം. ഇന്ന് ചെറിയൊരു കഥ പറഞ്ഞ് തുടങ്ങാം. ഒരു ഫ്ലൈറ്റ് നല്ല ശക്തമായ കാറ്റിൽ പെട്ടുപോയി, കൊടുങ്കാറ്റിൽ പെട്ടുപോയി. കാറ്റും ഇടിമിന്നലും കാരണം ഫ്ലൈറ്റ് നല്ലനം പോലെ കുലുങ്ങുവാൻ തുടങ്ങി. എല്ലാവരും നിലവിളിക്കുന്നു, എല്ലാവരും പേടിച്ചു വിറയ്ക്കുന്നു. പക്ഷേ ആ ഫ്ലൈറ്റിൽ ഒരു കൊച്ചു പെൺകുട്ടി മാത്രം നല്ല സമാധാനത്തോടെ ഇരുന്ന് പാട്ട് കേൾക്കുന്നു. അടുത്തിരുന്ന് ഒരാൾ അവളോട് ചോദിച്ചു, മോളെ, നിനക്ക് പേടിയില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, കാരണം ഈ പ്ലെയിനിൻ്റെ പൈലറ്റ് എൻ്റെ ഡാഡിയാണ്, എൻ്റെ അച്ഛനാണ്. ആ ചെറിയ കുട്ടിയുടെ വിശ്വാസം, അവളുടെ അച്ഛനിലില്ല വിശ്വാസം, അവളെ ജനിപ്പിച്ച അച്ഛനിൽ ഇല്ല വിശ്വാസം. അവൾ നോക്കിയത് പുറത്തോ ഇല്ല ആ കാറ്റിനെയല്ല, പക്ഷേ ആ ഫ്ലൈറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനെയായിരുന്നു. ലോകത്തിലെ അച്ഛനിൽ അല്ലെങ്കിൽ ആ പിതാവിൽ ആ കുട്ടിക്ക് അത്ര വിശ്വാസമുണ്ടെങ്കിൽ നമ്മളെ ഈ ലോകത്തേക്ക് അയച്ച് നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ടാകണം. ലൈഫിൽ പല പ്രശ്നങ്ങളും വരും, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വരും, അസുഖങ്ങൾ വരും, ആങ്സൈറ്റി വരും. നമ്മൾ പേടിക്കുന്നത് നമ്മൾ മാത്രമുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് വരുമ്പോഴാണ്. പക്ഷേ ബൈബിൾ എന്താ പറയുന്നത്? ഹീബ്രൂസ് ചാപ്റ്റർ 11:1 ബൈബിൾ പറയുന്നത്, വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ നിയന്ത്രണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശു കർത്താവിൻ്റെ അടുത്ത് കൊടുക്കൂ. എങ്കിൽ ആ പ്രതിസന്ധികൾ എല്ലാം മാറും. പ്രതിസന്ധികളെ കണ്ടു പേടിക്കല്ലേ, കാരണം കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുമെന്ന ഒരു ശക്തമായ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മോട് കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടല്ലേ, പേടിക്കല്ലേ. ശക്തമായ കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വചനത്താൽ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ.